എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 അക്ഷരബ്രഹ്മയോഗം. കഴിഞ്ഞ ഭാഗത്ത് 21ാമത് ശ്ലോകത്തിലാണ് നിർത്തിയത്. അവ്യക്തവും എന്നാൽ നാശമില്ലാത്തതും ആയിട്ടുള്ള ആ പരമലക്ഷ്യമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുതന്നെയാണ് എൻ്റെ സ്ഥാനവും എന്ന് കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന 21ാമത് ശ്ലോകം നമ്മൾ കേട്ടു. ഇന്ന് 22ാമത് ശ്ലോകം മുതൽക്ക് നോക്കാം. ശ്ലോകം 22. പുരുഷ സ പര പാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തദം. പാർത്ഥ, അർജുന, ഭൂതാനി യസ്യ അന്തസ്ഥാനി, ഭൂതങ്ങൾ ആരുടെയുള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ, യേന ഇദം സർവം തദം, ആരാണോ ഈ ജഗത്തൊക്കെയും നിറഞ്ഞിരിക്കുന്നത്, വ്യാപിച്ചു നിൽക്കുന്നത്, സ പര പുരുഷ തു, ആ പരമപുരുഷനെ അനന്യയാ ഭക്തിയാ ലഭ്യ, അനന്യഭക്തി കൊണ്ട് നേടാവുന്നതാണ് എന്ന്. ഹേ അർജുന, ഭൗതികമായ വസ്തുക്കൾ, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായ വസ്തുക്കളെല്ലാം ആരുടെയുള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ, ഇല്ലെങ്കിൽ ആരാണോ ഈ ജഗത്തൊക്കെയും നിറഞ്ഞിരിക്കുന്നത്, ആ പരമപുരുഷനെ അനന്യഭക്തി കൊണ്ട് നേടാം എന്ന്. അവ്യക്തം, അക്ഷരം, പരമഗതി, ഭാവാതീതം, നാശരഹിതം, പരമമായ ലക്ഷ്യസ്ഥാനം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന വാക്കുകളാണ്. ഇതെല്ലാം ആരെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്, ആ പരമപുരുഷനെ പ്രാപിക്കാനുള്ള മാർഗം അനന്യഭക്തി തന്നെയാണ്, ഏകാന്തഭക്തി തന്നെയാണ് എന്ന് നിസ്സംശയം പറയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, സ്വവ്യക്തിത്വം പരമാത്മാവിൽ ലയിപ്പിക്കണം എന്ന്. ശരീരമനോബുദ്ധികൾ വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായും പിന്മാറണം എന്ന് സാരം. അതുതന്നെയാണ് അനന്യഭക്തി, ആ യഥാർത്ഥ ഭക്തിയുടെ സ്വഭാവം. യസ്യാന്ത സ്ഥാനി ഭൂതാനി യേന സർവമിദം തദം. ആത്മസാക്ഷാത്കാരത്തിലെത്തുമ്പോൾ സർവഭൂതങ്ങളിലുമുള്ള അന്തരാത്മാവ് തന്നെയാണ് പ്രപഞ്ചത്തിന് ആധാരമെന്നും ബ്രഹ്മവും ആത്മാവും ഒന്ന് തന്നെയാണ് എന്നും തിരിച്ചറിയും എന്ന്. അവ്യക്തത്തിൽ നിന്ന് വന്നതെല്ലാം കുറച്ച് നേരത്തേക്കൊന്ന് വ്യക്തമാവും, തിരിച്ച് അവ്യക്തത്തിൽ ലയിക്കുകയും ചെയ്യും. ഇതൊരു പ്രകൃതി നിയമമാണ്. ഇതിൻ്റെ വഴികളാണ് 23ാമത് ശ്ലോകത്തിൽ പറയുന്നത്. അതിനു മുൻപ് 22ാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. പുരുഷ സ പര പാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്ത സ്ഥാനി ഭൂതാനി യേന സർവമിദം തദം. ശ്ലോകം 23. യത്ര കാലേ ത്വനാവർത്തിം ആവർത്തിം ചൈവ യോഗിനഃ പ്രയാതായാന്തി തം കാലം വക്ഷ്യാമി ഭരതഋഷഭ. ഭരതഋഷഭ, ഹേ ഭരതശ്രേഷ്ഠനായ അർജുന, എത്ര കാലേ തു പ്രയാത, ഏതു കാലത്ത് അല്ലെങ്കിൽ ഏതു വഴിയിലൂടെ ദേഹം ഉപേക്ഷിക്കുന്ന യോഗിന അനാവർത്തിം യാന്തി, യോഗികൾ പുനരാവർത്തിയില്ലാത്ത പരമപദത്തെ പ്രാപിക്കുന്നു എന്നും, എത്ര കാലേ തു പ്രയാത, ഏതു കാലത്ത് ദേഹം ഉപേക്ഷിക്കുന്ന യോഗികൾ ആവർത്തിം ച ഏവ യാന്തിം, തിരിച്ചു വരുന്ന തം കാലം വക്ഷ്യാമി, ആ കാലത്തെ, ആ കാലഭേദത്തെ ഞാൻ പറയാം എന്ന്. ഹേ ഭരതശ്രേഷ്ഠനായ ഹേ അർജുന, ഏത് കാലത്ത് ഇല്ലെങ്കിൽ ഏതു സമയത്ത് ദേഹം ഉപേക്ഷിക്കുന്ന യോഗികൾ പുനരാവർത്തിയില്ലാത്ത ആ പരമപദത്തെ പ്രാപിക്കുന്നു. ഇനി പുനരാവർത്തിയുള്ള ആ പരമപദത്തെ പ്രാപിക്കുന്ന യോഗികൾ ഏത് സമയത്താണ് ദേഹം ഉപേക്ഷിക്കുന്നത്, ഇത് രണ്ടും ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്. മനുഷ്യരുടെ ജീവിതയാത്ര 2 തരമാണെന്ന് ഒറ്റ വാക്കിൽ പറയാം. ഒന്ന് വിഷയോന്മുഖമായിട്ടുള്ളവർ, രണ്ടാമത് ആത്മോന്മുഖമായിട്ടുള്ളവർ. ആദ്യം പറഞ്ഞവർ തനിക്ക് ചുറ്റുമുള്ളതിനെ ആശ്രയിച്ച് ക്ഷണിക സുഖങ്ങളിൽ ആസക്തരായി സ്വവ്യക്തിത്വം അതിനായി തന്നെ സമർപ്പിച്ച് ജീവിക്കുകയാണ് അവർ. ഭൗതിക സുഖങ്ങളിൽ രമിക്കുന്നവർ എന്നർത്ഥം. രണ്ടാമത് പറഞ്ഞവരോ
പ്രപഞ്ചത്തിന് ആധാരമായ പരമാത്മാവിനെ അറിയാൻ ശ്രമിച്ച് സ്വന്തം വ്യക്തിത്വം അതിനായി സമർപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭോഗതൽപരരും യോഗതൽപരരും. ഭോഗതൽപരർക്കാണ് റീബർത്ത് ഉള്ളത്. യോഗതൽപരര് ബ്രഹ്മസായുജ്യം നേടുന്നു. പുനരാവർത്തി ഇല്ലാത്തതും പുനരാവർത്തി ഉള്ളതുമായ രണ്ട് അവസ്ഥകളെക്കുറിച്ചാണ് അടുത്ത 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. അതിനു മുൻപ് 23ാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശ്ലോകം 23. യത്ര കാലേ ത്വനാവർത്തിം ആവർത്തിം ചൈവ യോഗിനഃ പ്രയാതായാന്തി തം കാലം വക്ഷ്യാമി ഭരതഋഷഭ. ശ്ലോകം 24. അഗ്നിർജ്യോതിരഃ ശുക്ല ഷണ്മാസാ ഉത്തരായണം തത്ര പ്രയാതാഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. അഗ്നി ജ്യോതി അഹ ശുക്ല. അഗ്നി ജ്യോതിസ് പകല്, ശുക്ലപക്ഷം, ഷണ്മാസ ഉത്തരായണം 6 മാസമുള്ള ഉത്തരായണകാലം. തത്ര പ്രയാത ആ മാർഗത്തിലൂടെ ദേഹത്യാഗം ചെയ്ത് ബ്രഹ്മവിദ ജനാ ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മഗച്ഛന്തി ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. അഗ്നി ജ്യോതിസ് പകല്, ശുക്ലപക്ഷം, 6 മാസമുള്ള ഉത്തരായനകാലം. ഈ സമയമൊക്കെ ദേഹം ഉപേക്ഷിക്കുന്ന ജ്ഞാനികൾ ആ പരമപദത്തെ പ്രാപിക്കുന്നു. ഈ സമയം അല്ലെങ്കിൽ ഈ കാലം സൂര്യമണ്ഡലത്തെ, ചൈതന്യത്തെ, പ്രകാശോന്മുഖമായ യാത്രയെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സമയത്ത് ദേഹം ഉപേക്ഷിക്കുന്ന യോഗികൾ, ജ്ഞാനികൾ ആ ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു, പുനരാവർത്തി ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു എന്ന്. ഇനി പുനരാവർത്തിയോടുകൂടിയുള്ള ഗതിയെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അതിനു മുൻപ് 24ാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശ്ലോകം 24. അഗ്നിർജ്യോതിരഃ ശുക്ല ഷണ്മാസാ ഉത്തരായണം തത്ര പ്രയാതാഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. ശ്ലോകം 25. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതി യോഗീ പ്രാപ്യ നിവർത്തതേ. ധൂമ രാത്രി തഥാ കൃഷ്ണ. ധൂമം അതായത് പുക, രാത്രി, കൃഷ്ണപക്ഷം, ഷണ്മാസ ദക്ഷിണായനം 6 മാസമുള്ള ദക്ഷിണായനകാലം. തത്ര യോഗി ഈ മാർഗത്തിലൂടെ ദേഹത്യാഗം ചെയ്യുന്ന യോഗികൾ ചന്ദ്രമസം ജ്യോതി ചന്ദ്രലോകം അതായത് വൃദ്ധിക്ഷയമുള്ള പദവി എന്നർത്ഥം. പ്രാപ്യ നിവർത്തതേ പ്രാപിച്ച് തിരിച്ചു വരുന്നു എന്ന്. ധൂമം രാത്രി, കൃഷ്ണപക്ഷം, 6 മാസമുള്ള ദക്ഷിണായനകാലം. ഈ സമയം ദേഹത്യാഗം ചെയ്യുന്ന യോഗി ചന്ദ്രലോകത്തെ പ്രാപിച്ച് തിരിച്ചു വരും എന്ന്. ഈ പറഞ്ഞതെല്ലാം പ്രാപഞ്ചിക വിഷയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ യോഗികൾ പുണ്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ലക്ഷ്യം സ്വർഗപ്രാപ്തിയാണ്. ആ പരമപദവി അല്ല എന്നർത്ഥം, ബ്രഹ്മോപാസനയല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അവർ ആ ചന്ദ്രമണ്ഡലത്തിലെത്തി അവരുടെ പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ തിരിച്ച് റീബർത്തിന് ഇടവരും എന്നാണ് പറയുന്നത്. പുക, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം ഇതൊക്കെ ചന്ദ്രമണ്ഡലത്തെ അതായത് ഇരുട്ടിനെ സൂചിപ്പിക്കുകയാണ്. വിഷയോന്മുഖമാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ചന്ദ്രമണ്ഡലം പിതൃയാനം എന്നാണ് അറിയപ്പെടുന്നത്. മറ്റേത് ദേവയാനവും ഇത് പിതൃയാനവും. ദേവയാനം പുനരാവർത്തി ഇല്ലാത്തത്, പിതൃയാനം പുനരാവർത്തിയോടുകൂടിയത്. 25ാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതി യോഗീ പ്രാപ്യ നിവർത്തതേ. ശ്ലോകം 26. ശുക്ലകൃഷ്ണേ ഗതിഹേതേ ജഗത ശാശ്വതേ മതേ ഏകയായാത്യനാവൃത്തിം അന്യയാവർത്തതേ പുനഃ. ശുക്ലകൃഷ്ണേ ശുക്ലവും കൃഷ്ണവുമായ അതായത് ജ്യോതിസിലേക്കും തമസ്സിലേക്കും നയിക്കുന്ന എന്നർത്ഥം. ഏതേ ഗതി ഈ 2 മാർഗങ്ങൾ. ജഗത
ശാശ്വതേ മദേഹി, ലോകത്തിൽ എല്ലാ കാലത്തും ഉള്ളതാണ്. ഏകയാ അനാവർത്തിം യാതി, ഒന്നിലൂടെ പുനരാവർത്തിയില്ലാത്ത മോക്ഷം പ്രാപിക്കുന്നു. അന്യയാ പുനഃ ആവർത്തതേ, മറ്റേതിലൂടെ പോയി സംസാരത്തിലേക്ക്, പുനരാവർത്തിയുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന്. ജ്യോതിസിലേക്കും തമസ്സിലേക്കും നയിക്കുന്ന ഈ രണ്ടു മാർഗങ്ങൾ ലോകത്ത് എല്ലാ കാലത്തും നിലവിലുള്ളതാണ്. ഒന്നിലൂടെ പുനരാവർത്തിയില്ലാത്ത മോക്ഷത്തെയും മറ്റൊന്നിലൂടെ സംസാരത്തിലേക്ക് തിരിച്ചു വരുന്നതും എന്നർത്ഥം. ബ്രഹ്മോപാസനയുടെ മാർഗമാണ് ശുക്ലഗതി, ജ്യോതിസിലേക്ക്, അതായത് ദേവയാനം എന്നർത്ഥം. അജ്ഞാനികളുടെയോ അത് കൃഷ്ണഗതിയാണ്, തമസ്സിലേക്ക്, പിതൃഗതി. ഒന്ന് നിവൃത്തിയും മറ്റത് പ്രവൃത്തിയും. ഒന്ന് മോക്ഷമാർഗവും മറ്റത് ബന്ധമാർഗവും. ഒന്ന് ആധ്യാത്മികവും മറ്റേത് ഭൗതികവും. ഇങ്ങനെയുള്ളവർ എല്ലാ കാലത്തും ലോകത്തുണ്ട്. ഇനി ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അതിനു മുൻപ് 26ാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശുക്ലകൃഷ്ണേ ഗതിഹേതേ ജഗത ശാശ്വതേ മതേ ഏകയായാത്യനാവൃത്തിം അന്യയാവർത്തതേ പുനഃ. ശ്ലോകം 27. നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗീ മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. പാർത്ഥ ഏതേ ശ്രുതി ജാനൻ, അർജുന ഈ രണ്ടു മാർഗങ്ങളെയും അറിയുന്ന, കശ്ചന യോഗി ന മുഹ്യതി ഒരു യോഗിയും വ്യാമോഹത്തിൽപ്പെടില്ല. തസ്മാത് അർജുന അതുകൊണ്ട് ഹേ അർജുന, സർവേഷു കാലേഷു സദാസമയവും യോഗയുക്ത ഭവ യോഗയുക്തനായി ഭവിക്കൂ, ആ പരമാത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കൂ എന്ന്. ഹേ അർജുന, ഈ രണ്ടു മാർഗങ്ങളെയും അറിയുന്ന ഒരു യോഗിയും വ്യാമോഹത്തിൽപ്പെടില്ല. തസ്മാത് അതുകൊണ്ട് അർജുന സദാസമയവും യോഗയുക്തനായി ഭവിക്കൂ എന്നാണ് പറയുന്നത്. ഈ അന്തർമുഖത്വവും ബഹിർമുഖത്വവും മനസ്സിൻ്റെ സ്വഭാവമാണ്. മനസ്സുള്ളിടത്തോളം കാലം ഈ വിരുദ്ധ പ്രവണതകൾ ദേവാസുര യുദ്ധം നടത്തിക്കൊണ്ടുമിരിക്കും. ഇതറിയുന്ന വിവേകിയായ സാധകൻ ഈ വ്യാമോഹങ്ങളിൽ പെടുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന, അതുകൊണ്ട് ഹേ അർജുന, നീ എല്ലാ കാലത്തും എല്ലാ സമയവും യോഗിയായി, അതായത് സമചിത്തനായി തീരൂ. ഈ പറയുന്നത് നമുക്കും ബാധകമാണ്. ജോലി തിരക്കുകളിൽ വ്യാപൃതനാകുമ്പോഴും കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും ആത്മതത്വത്തെ വിസ്മരിക്കരുത് എന്നാണ്. അടുത്ത ശ്ലോകത്തിൽ ഈ യോഗമഹിമയെ ഒന്നും കൂടെ ഊന്നിപ്പറഞ്ഞ് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. അതിനു മുൻപ് 27ാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗീ മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. ശ്ലോകം 28. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം. വേദേഷു യജ്ഞേഷു, വേദാധ്യായനം, യജ്ഞാചരണം, തപസ്, ദാനം ച ഏവ, തപോനിഷ്ഠ അതുപോലെ തന്നെ ദാനം, ഇവ കൊണ്ട് യത് പുണ്യഫലം പ്രതിഷ്ഠം ലഭിക്കുമെന്ന് പറയപ്പെടുന്ന ആ പുണ്യഫലങ്ങൾ തത്സർവം അതെല്ലാം ഇതം വിദിത്വ ഇതറിയുന്ന, അതായത് ഈ രഹസ്യമറിയുന്ന യോഗി അത്യേതി, യോഗി ധ്യാനയോഗി അതിക്രമിക്കുന്നു, മറികടക്കുന്നു ആദ്യം പരം സ്ഥാനം, സർവത്തിലും ആ പരമമായ ആ മൂലസ്ഥാനം ഉപൈതി ച പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന്. ഈ വേദാധ്യായനം, യജ്ഞാചരണം, തപോനിഷ്ഠ, ദാനം, ഇതിൽ കൂടിയൊക്കെ ലഭിക്കുന്ന പുണ്യഫലങ്ങൾ ധ്യാനയോഗി മറികടന്ന്
സർവ്വതിലും ശ്രേഷ്ഠമായ ആ പരമപദത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതൊക്കെയും അന്ധക്കരണ ശുദ്ധിക്കും ധ്യാനനിഷ്ഠയ്ക്കുമുള്ള ഉപായങ്ങളാണ്. ഇതിൽ കൂടെ കിട്ടുന്ന പുണ്യഫലങ്ങളെല്ലാം സ്വർഗപ്രാപ്തിയിൽ ഒതുങ്ങിപ്പോകുന്നു എന്ന് നമ്മൾ മുൻ ശ്ലോകങ്ങളിൽ കണ്ടതാണ്. ഇതറിയുന്ന ധ്യാനയോഗി ഇതിനെല്ലാം മറികടന്ന് പുനരാവർത്തിയില്ലാത്ത ആ പരമപദത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ അക്ഷരം ബ്രഹ്മയോഗം, നാശമില്ലാത്ത ആ ബ്രഹ്മയോഗത്തിൽ, ബ്രഹ്മപദവിയിൽ യോഗി എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞ് അക്ഷര ബ്രഹ്മയോഗം എന്ന ഈ 8ാമത് അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. അതിനു മുൻപ് 28ാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ 8മോऽധ്യായः. സർവം കൃഷ്ണാർപ്പണമസ്തു.